രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിൽ അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു. നെയ്യാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന്. റിനു, എത്ര സമയമായി ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു? എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? ദിൽന, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ആരോപണം ഉന്നയിച്ച് അല്ലെങ്കിൽ പരാതി നൽകി കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ ആ യുവതിയുടെ അല്ലെങ്കിൽ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തുന്നു, രഹസ്യമൊഴി 164 സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 7 വനിതാ ജഡ്ജാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനിതാ മജിസ്ട്രേറ്റാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. ഏകദേശം 1.5 മണിക്കൂറിലധികമായി മൊഴി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം രാത്രിയാണ് പോലീസിൽ നൽകിയ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഏകദേശം 20ഓളം പേജ് വരുന്ന ആ മൊഴിയാണ്. ആ മൊഴിയിൽ കൃത്യമായി തന്നെ എല്ലാ കാര്യങ്ങളും, അതായത് തനിക്കെതിരായി ഉണ്ടായ പീഡനങ്ങൾ ഓരോന്നായി എണ്ണി പറയുന്നൊരു സാഹചര്യം, അതിൻ്റെ FIR-ന്റെ പകർപ്പ് ഉൾപ്പെടെ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചതുമാണ്. അതിൽ കൃത്യമായി രാഹുൽ മാങ്കൂട്ടം ഈ സ്ത്രീക്കെതിരെ അല്ലെങ്കിൽ യുവതിക്കെതിരെ നടത്തിയ കൊടും ക്രൂരകൃത്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് മൊഴിയിലടക്കം. അതനുസരിച്ചുള്ള ഒരു FIR കൃത്യമായി തന്നെ ആ FIR-ലും പറയുന്നുണ്ട് ഓരോ കൊടും പീഡന മുറകളും. എന്തായാലും നിലവിൽ ഇപ്പോൾ നേമം പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. നേമം പോലീസാണ് ഈ പെൺകുട്ടിയെ തിരുവനന്തപുരം നെയ്യാറ്റിൻകര കോടതിയിൽ എത്തിച്ചത്. ഇപ്പോൾ വനിതാ മജിസ്ട്രേറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു. ഈ രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്തിയാൽ തെളിവുകളുടെ കൂടി സാന്നിധ്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിലേക്ക് നീങ്ങും. പക്ഷേ രാഹുൽ മാങ്കൂട്ടം MLA ഇപ്പോൾ നിലവിൽ ഒളിവിലാണ്. എവിടെയാണ് അന്ന് അന്വേഷണ സംഘത്തിന് അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹം ഒളിവിൽ പോയിരിക്കുന്നു. മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു വനിതാ IPS ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘത്തെ ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നുള്ള ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. രാവിലെ തന്നെ DGP റവാഡ ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ഒരു യോഗം, ഉന്നതതല ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുകയും, കാരണം എതിർഭാഗത്തുള്ള ഒരു MLA ആണ്, അതുകൊണ്ട് തന്നെ കൃത്യമായി അവർ യോഗം ചേർന്ന് തീരുമാനമെടുക്കുകയും പ്രത്യേക ഒരു അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുമുണ്ട്. അന്വേഷണ സംഘത്തെ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും മണിക്കൂറുകൾ നീളും ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തൽ എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നെയ്യാറ്റിൻകര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 7 ഈ യുവതിയുടെ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദിൽന. റിനു ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത്. പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയാണ്. ഒപ്പം പുതിയ അന്വേഷണ സംഘത്തിന്റെ വിവരങ്ങൾ വരും മണിക്കൂറുകളിലും ലഭ്യമാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.